ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ ചർച്ചയിൽ മധ്യസ്ഥത വഹിക്കാൻ സഹായിച്ചത് തൻ്റെ ഭരണകൂടമാണെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ വാദത്തെ ശക്തമായി എതിർക്കുകയാണ് കോൺഗ്രസ് MP ശശി തരൂർ. ട്രംപിൻ്റെ ഈ പ്രസ്താവന ഇന്ത്യക്ക് പല രീതിയിലും നിരാശാജനകമാണെന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു. ട്രംപിൻ്റെ പരാമർശങ്ങൾ പാകിസ്ഥാന് ആവശ്യമില്ലാത്ത ഒരുതരം മാന്യത നൽകുകയാണെന്നും തരൂർ പറയുന്നു. 4 തരത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ഈ പ്രസ്താവന ഇന്ത്യയെ നിരാശപ്പെടുത്തുന്നത്. ഒന്നാമതായി, അദ്ദേഹം ഭീകരവാദത്തിൻ്റെ ആസൂത്രകരെയും ഇരയെയും തെറ്റായി ഒരേ തരത്തിൽ തുലനം ചെയ്യുകയാണ്. അതിർത്തി കടന്നുള്ള ഭീകരതയുമായുള്ള പാകിസ്ഥാൻ്റെ ബന്ധങ്ങൾക്കെതിരായ അമേരിക്കയുടെ മുൻകാല നിലപാടിനെതിരാണ് ഇതെന്ന് തരൂർ എക്സിൽ കുറിച്ചു. രണ്ടാമതായി, പാകിസ്ഥാന് ചർച്ചയ്ക്കുള്ള അവസരം വാഗ്ദാനം ചെയ്യുകയാണ്. തോക്കു ചൂണ്ടി നിൽക്കുന്ന ഭീകരരുമായി ഇന്ത്യ ഒരിക്കലും ചർച്ച നടത്തില്ല. മൂന്നാമതായി, ഭീകരരുടെ ലക്ഷ്യമായ കശ്മീർ വിഷയത്തെ അമേരിക്ക അന്താരാഷ്ട്രവൽക്കരിക്കുന്നു. തർക്കവിഷയമെന്ന വാദത്തെ പോലും നിരസിക്കുന്ന ഇന്ത്യ കാശ്മീർ ആഭ്യന്തര പ്രശ്നമായി മാത്രമാണ് കാണുന്നത്. ഈ വിഷയത്തിൽ മൂന്നാം കക്ഷി ഇടപെടലിന് ഇന്ത്യ ഒരിക്കലും ആവശ്യപ്പെട്ടിട്ടില്ല. ഒരു വിദേശ രാജ്യത്തിൻ്റെയും മധ്യസ്ഥ അഭ്യർത്ഥിച്ചിട്ടുമില്ല. കാശ്മീർ ഇന്ത്യയുടെ മാത്രം പ്രശ്നമാണ്. നാലാമതായി, ആഗോളതലത്തിൽ ഇന്ത്യയും പാകിസ്ഥാനെയും പുനർനിർവചിക്കാനുള്ള ശ്രമങ്ങളാണ്. വർഷങ്ങളായി ലോക നേതാക്കൾ ആരും തന്നെ ഇന്ത്യ സന്ദർശനങ്ങളെ പാകിസ്ഥാൻ സന്ദർശനങ്ങളുമായി ബന്ധിപ്പിച്ചിരുന്നില്ല. ഒരുപടി മുന്നിൽ തന്നെയാണ് അവരെല്ലാം ഇന്ത്യയെ കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ട്രംപിൻ്റെ പ്രസ്താവന ഒരു പിന്നോക്കം പോകലാണെന്നും ശശി തരൂർ അഭിപ്രായപ്പെടുന്നു. ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തലിൽ പ്രധാന പങ്കുവഹിച്ചത് താനാണെന്നും വ്യാപാര സമ്മർദ്ദത്തിലൂടെയുള്ള തൻ്റെ നയതന്ത്ര സമീപനം ഒരു ആണവ യുദ്ധം ഒഴിവാക്കാൻ സഹായകമായെന്നും ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ച് അഭിപ്രായപ്പെട്ടിരുന്നു. ആ പ്രസ്താവനയ്ക്കുള്ള മറുപടിയാണ് ശശി തരൂർ നൽകിയത്. ഞങ്ങൾ തീവ്രവാദികളെ അയക്കുന്ന ഒരു രാജ്യമല്ല. ഞങ്ങൾ കൊടും ഭീകരനായ ഒസാമ ബിൻ ലാദനെ മറച്ചു വച്ചിട്ടുമില്ല. 26/11 പോലുള്ള ആക്രമണങ്ങൾ ഞങ്ങൾ നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇരയെ കുറ്റവാളിയുമായി തുലനം ചെയ്യാൻ കഴിയില്ല എന്നും അദ്ദേഹം പറഞ്ഞു. അതിർത്തി കടന്ന് ഭീകരരെ അയച്ച ഒരു തെമ്മാടി രാഷ്ട്രത്തിന് മാന്യമായ മാർഗത്തിലൂടെ ചർച്ച നടത്തി പ്രതിഫലം നൽകാൻ നിങ്ങൾക്ക് കഴിയില്ലെന്നും തരൂർ പറഞ്ഞു. കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നിലപാടുകൾക്ക് വിരുദ്ധമായി കേന്ദ്ര സർക്കാരിൻ്റെ ഇപ്പോഴത്തെ നടപടികളിൽ തരൂർ സംതൃപ്തി അറിയിച്ചിരുന്നു. 1971 ഇതേപോലെ പ്രശ്നമുണ്ടായപ്പോൾ അന്ന് ഇന്ദിരാഗാന്ധി അമേരിക്കയ്ക്ക് മുന്നിൽ വഴങ്ങിയില്ല എന്നുള്ള ചർച്ചകൾ കോൺഗ്രസ് സജീവമാക്കിയിരുന്നു. അതിന് തരൂർ പറഞ്ഞത് 1971 ഇന്ദിരാഗാന്ധിയുടെ നടപടിയിൽ ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ താൻ ഒരുപാട് അഭിമാനിക്കുന്നു. എന്നാൽ നിലവിലെ സാഹചര്യം അന്നത്തേക്കാൾ വ്യത്യസ്തമാണ്. അന്ന് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ബംഗ്ലാദേശിൻ്റെ ധാർമ്മികമായ ഒരു പോരാട്ടമാണ് നടന്നത്. ബംഗ്ലാദേശിനെ മോചിപ്പിക്കുക എന്നത് ഇന്ത്യയുടെ വ്യക്തമായ ഒരു ലക്ഷ്യമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഭീകരവാദികൾക്കെതിരെയാണ് യുദ്ധം. ആ ലക്ഷ്യം കണ്ടിരിക്കുന്നു. അപ്പോൾ വെടിനിർത്തൽ തന്നെയാണ് ചെയ്യേണ്ടതെന്നാണ് തരൂർ പറഞ്ഞത്. ഇപ്പോഴത്തെ ഈ വിഷയത്തിൽ വളരെ കൃത്യമായ നിലപാട് സ്വീകരിച്ച ഒരു വ്യക്തിയാണ് ശശി തരൂർ.